ഹലോ ഗായ്സ്, വെൽക്കം ടു ലിറ്റിൽ മഹ. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്ത ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പോവുകയാണ്. ലോങ് ട്രിപ്പ് പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഏകദേശം കൊട്ടാരക്കര തൊട്ട് ബാംഗ്ലൂർ വരെയുള്ള വളരെ ലോങ് ട്രിപ്പാണ്. അത് നമ്മൾ പോകുന്നത് ഡൊമിനാറിലാണ്. ഏകദേശം 730 ഏകദേശം അത്രയും കിലോമീറ്റർ നമുക്ക് ടോട്ടലി കവർ ചെയ്യേണ്ടി വന്നു. അപ്പം എരുമേലി വഴിയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. അപ്പം നമ്മൾ രാവിലെ ഒരു റീചാർജിനായി നമ്മളവിടെ കണ്ടൊരു ഹോട്ടലിൽ കയറുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ലോങ് ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എനർജിയും, അതായത് ഡയറ്റും, അതുപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുകയും, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. സോ എല്ലാ ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 150 കിലോമീറ്ററിൽ ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഹൈഡ്രേറ്റഡ് ആവാനും ഫുഡ് കഴിച്ചിട്ടുണ്ടായാലും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ബ്രേക്ക് ആയിരുന്നു. ഇതാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തത്. ഞാനൊരു സെറ്റ് പൂരി പറഞ്ഞു, അതുപോലെ തന്നെ ചിഞ്ചു ഇവിടെ കഴിക്കുന്നത് മസാല ദോശയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഈ കഴിച്ചിട്ട് ഇനി നമുക്ക് ഒരുപാട് കിലോമീറ്റേഴ്സ് പോകാനുണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പിലും മറ്റുമാണ്. കാരണം ഞങ്ങളിപ്പം ചൂസ് ചെയ്തിരിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ എരുമേലി അവിടുന്ന് കയറി എന്താ പറയുക, കുമിളി വഴി കമ്പം തേനി കയറി ഡിണ്ടിഗൽ വഴി അതുവഴി ബാംഗ്ലൂർ പോകാനുള്ള റൂട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കുമിളി റൂട്ടിലൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആണ് രണ്ട് സൈഡും. കാരണം വനനിബിഡമാണ്. ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. പച്ചപ്പ് വിരിച്ച ഒരുപാട് കാടാണ് രണ്ട് സൈഡിലും. അത് നമുക്ക് കാണാൻ വളരെ നല്ലൊരു ഫീലാണ് തരുന്നത്. ഒരുപാട് വെയിൽ നമുക്ക് അടിക്കാത്ത രീതിയിൽ തന്നെ തണലുകൾ കൊടുക്കും, തണലുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു തണുത്ത കാറ്റാണ് ആ റീജിയനിൽ. നമ്മൾ ആ മല കയറി ഇറങ്ങി കമ്പം തേനി എത്തി. ഏകദേശം ഒരു കമ്പം എത്തിയപ്പോഴത്തേനും ഒരു ഉച്ച സമയമായി അപ്പോഴത്തേനും. അപ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ തുടങ്ങി. കുറച്ച് പൊറോട്ടയും കടലക്കറിയും ഒക്കെ ചൂസ് ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ കഴിക്കുന്ന കാഴ്ചയാണ്. അവിടെ ഏകദേശം സൈഡിൽ കടകളൊക്കെ ഉണ്ട്. കരിക്ക് വെള്ളം വയ്ക്കുന്ന കടകളൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കരിക്കൊക്കെ കുടിച്ചായിരുന്നു. കാരണം നമ്മൾ ഇത്രയും ലോങ് യാത്ര ബൈക്കിൽ ചെയ്യുന്ന ഞാൻ പ്രിഫർ ചെയ്യില്ല ഒരിക്കലും. ബട്ട് സ്റ്റിൽ ലൈഫിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം നമ്മൾ ഇത്രയും കാറ്റ് നമ്മുടെ ദേഹത്ത് എപ്പോഴും അടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ദാഹിക്കും. അതുപോലെ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് നമ്മുടെ ബോഡി ക്ഷീണിക്കും. അതുകൊണ്ട് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയി പ്രോപ്പറായി സ്റ്റോപ്സ് എല്ലാം എടുത്ത് മാത്രം എല്ലാവരും ഈ ജേർണി ചെയ്യുക. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഏകദേശം കമ്പം തേനിയൊക്കെ കഴിഞ്ഞ് എത്തിയ റൂട്ടാണ്. നമ്മൾ ഡിണ്ടിഗൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ ഹൈവേ കിട്ടും. നാഷണൽ ഹൈവേയിൽ നമ്മൾ ബൈക്കും കൊണ്ട് പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പരവതാനി കണക്ക് കിടക്കുന്ന റോഡാണ്, വലിയ റോഡുകളാണ്. അതുവഴി പോകുന്ന ബസ്സുകളും വണ്ടികളും എല്ലാം ഒരു 80 to 100 അല്ലെങ്കിൽ 120 ആ ഒരു റേഞ്ചിലായിരിക്കും എല്ലാ വണ്ടികളും പോകുന്നത്. എന്നും പറഞ്ഞ് നമ്മളും ആ റേഞ്ചിൽ തന്നെ വെച്ച് പിടിക്കണം എന്നല്ല. പക്ഷേ നമ്മുടെ വണ്ടിയുടെ അല്ലെങ്കിൽ ടൂ വീലറിൻ്റെ അടുത്ത് കൂടെ വലിയ വാഹനങ്ങൾ അതിവേഗം പോകുമ്പോൾ കാറ്റ് ഒരു സൈഡിലേക്ക് പിടിച്ച് നമ്മുടെ വണ്ടി ചരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഈ റൂട്ടിലൊക്കെ വണ്ടി ഓടിക്കാൻ. പിന്നെ നമ്മുടെ വണ്ടിയെ പറ്റി പറയാനുള്ളത്, ഇതിനെ അറിയപ്പെടുന്നത് തന്നെ ഒരു ലോങ് ടൂറർ എന്ന രീതിയിൽ തന്നെയാണ്. കാരണം ലോങ് ഡിസ്റ്റൻസ് ടൂർ ചെയ്യാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. കാരണം ഇത്രയും 14 മണിക്കൂർ യാത്ര ചെയ്തിട്ടും ഒരുപാട് ഞങ്ങൾ തളർന്നിട്ടുണ്ട്. എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് ഏകദേശം ഹൊസൂർ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ എത്താറായി. അപ്പോൾ ഹൊസൂരൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ചായ ഓടിക്കാൻ വേണ്ടി നിർത്തിയ സ്റ്റോപ്പ്. ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ജസ്റ്റ് 45 മിനിറ്റ്സിനുള്ളിൽ ഞങ്ങൾ ബാംഗ്ലൂർ ഞങ്ങളുടെ ഫ്ലാറ്റിൽ എത്തിച്ചേർന്നു. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.